അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ മഷ്റൂം ഒരു വെജിറ്റബിൾ അല്ല, ഒരു ചെടിയല്ല. മഷ്റൂം ഒരു തരത്തിലുള്ള ഫംഗസ് ആണ്. പക്ഷേ ചെടികൾ വളരുന്നത് ഫ്രൂട്ട്സിൽ വരുന്ന സീഡ്സ് പോലെ തന്നെ മഷ്റൂം വിത്തിന് പകരം പലതരത്തിലുള്ള മില്യൺസ് ഓഫ് സ്പോർസ് ആണ് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ കുടയുടെ അടിഭാഗത്തു നിന്ന്. ഇങ്ങനെ ഒരു മഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്പോർസ് എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെയൊക്കെ മഷ്റൂമിന് വളരാൻ സാധിക്കും. അത് മണ്ണിൻ്റെ മുകളിലാവാം, മറ്റ് ചെടികളുടെ മുകളിലാവാം. നമ്മൾ മഷ്റൂം കഴിക്കാൻ തുടങ്ങിയിട്ട് 1000-ലും കൂടുതൽ വർഷങ്ങളായി. വെറും ഒരു ഭക്ഷണത്തിനേക്കാൾ ഉപരി മഷ്റൂമിന് പലതരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കുറേ വർഷങ്ങളായി. മീറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞ അമിനോ ആസിഡ് കാരണമാണ്. അതേപോലത്തെ അമിനോ ആസിഡ്സ് മഷ്റൂമിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറച്ചിക്ക് പകരമായിട്ട് പലതരത്തിലുള്ള റെസിപ്പീസിൽ നമ്മൾ മഷ്റൂം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് പോലും ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, ഇതിൽ പലതരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഇങ്ങനെ